ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും തന്നെ ചെയ്ത ഒരു വീഡിയോ ഇത് നമ്മൾ ചെയ്തു പോവും. അങ്ങനെയാണ് നമ്മുടെ VK ബൈജു, ഷൈനി മധുസൂദനൻ, മാത്യു സാമുവൽ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അത് VK ബൈജു മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ള. ബാക്കിയുള്ളവരൊക്കെ വിദേശത്തിരിക്കുന്നവരാണ്. വിദേശത്തിരുന്ന് ഈ ആനപ്പുറത്ത് ഇരുന്ന പട്ടി കടിക്കുകയായിരുന്നു പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആനപ്പുറത്ത് കയറിയിരിക്കുമ്പോൾ താഴെക്കൂടെ പോകുന്ന പട്ടി കടിക്കുകയല്ലോ. അപ്പം നമുക്കൊരു ധൈര്യമാണ് പട്ടിയെ വെല്ലുവിളിക്കാൻ. ഇതേപോലെ ഇതുങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ വിദേശത്ത് പോയിരുന്നിട്ട് നാട്ടിലെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെട്ടിട്ട് വർഗീയത വിഷം അവിടെ ഇരുന്ന് ഇങ്ങോട്ട് തുപ്പും. ഇവിടെ കലാപം ഉണ്ടാക്കിക്കോട്ടെ, ഇവിടെ തമ്മിൽ അടിച്ചോട്ടെന്നൊരു ഉദ്ദേശം പോലും ഇവർക്കുണ്ടോയെന്ന് സംശയം തോന്നും. കാരണം മാത്യു സാമുവൽ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ കഴിഞ്ഞ ദിവസം ആലുവ മാർക്കറ്റിൽ മുസ്ലിങ്ങൾ പന്നി വിൽക്കാൻ സമ്മതിക്കുന്നില്ല, എല്ലാത്തിനും അടിച്ചൊതുക്കണം എന്നുള്ള രീതിക്കൊക്കെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പുള്ളി സത്യത്തിൽ ഡൽഹി ബേസ്ഡ് പത്രപ്രവർത്തനം നല്ല പക്വതയും വിവരമുള്ള ഒരാളായിരുന്നു. പോകെ പുള്ളി പിന്നെ പാർട്ടി മാറുകെടുക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ വിദേശത്ത് പോയിരുന്നിട്ട് പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് ആഹ്വാനം ചെയ്തതാണ്. കർണാടകത്തിൽ കൂർഗിലോ എവിടെയൊക്കെ അടിച്ചൊതുക്കുക ചെയ്തേ. അപ്പോൾ അതുപോലെ ഇവിടെ ബീഫ് എനിക്കറിയാവുന്നതാണ്. എൻ്റെ വീട് അവിടെയാണ്. അവിടെ ബീഫ് വിൽക്കാൻ സമ്മതിക്കില്ലെന്ന് കമൻറ്റ് ബോക്സ്. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ കമൻറ്റ് ബോക്സിൽ പലരും ആലുവയിലുള്ളവർ തന്നെ വന്ന് പറഞ്ഞു അവിടെ അങ്ങനെ ഒരു സംഭവമില്ലെന്ന്. പക്ഷേ എന്തുകൊണ്ടോ ഇവർ വിദേശത്ത് പോയിരിക്കുമ്പോഴത്തേന് ഇങ്ങോട്ട് നാട്ടിലോട്ട് വിദ്വേഷം, അതായത് ഇത് തന്നെയാണ്, വർഗീയത തന്നെയാണ് ഇങ്ങനെ വിഷം തുപ്പുന്ന പോലെ തുപ്പുന്നത്. ശരിക്കും ഇവർ പോയി ഈ പറഞ്ഞ പോലെ ആനപ്പുറത്തിരിക്കുകയാണ്. നമ്മളിവിടെ കിടന്ന് എത്ര കടിപിടി കൂടിയാലും ഇവർക്കൊരു പ്രശ്നമല്ലത്. അതുകൊണ്ട് ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഞരമ്പുകളിൽ രക്തം തിളയ്ക്കണം നമുക്കത് കേട്ടാൽ. അതേപോലത്തെ വർഗീയതയാണ് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാതൊരു രീതിയില്ല, ഒരു മയോ ഇല്ല, ആ വല്ലാത്ത വർഗീയതയാണ്. അപ്പോൾ ഈ റീന ഫ്രാൻസിസിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് VK ബൈജു ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പുലിക്കുട്ടി, സിംഹക്കുട്ടി, ആ കുട്ടി, ഈ കുട്ടി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെയാണ് ശലോം, ഐ ആം റീന ഫ്രാൻസിസ് ജെറുസലേം എന്നും പറഞ്ഞാണ് പുള്ളിക്കാരത്തി വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഈ അടുത്ത് പുള്ളിക്കാരത്തി ചെയ്തിരുന്ന ഒരു പുലിക്കുട്ടി, VK ബൈജുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പുലിക്കുട്ടി നമ്മുടെ മാഹീമിനെ വെല്ലുവിളിച്ചിരുന്നു. മാഹീം നിങ്ങൾക്കറിയാം, യൂട്യൂബറാണ്, ഫേസ്ബുക്കിലും ഇടാറുണ്ട്. ഇവർ രണ്ടുപേരും ഫേസ്ബുക്കിലും ഉണ്ട്, യൂട്യൂബിലും ഉണ്ട്. അപ്പം മാഹീം ഇസ്രയേലിന് പോയിരുന്നു. ഇസ്രയേലിൽ പോയിട്ട് പുള്ളിക്കാരൻ്റെ ഒരു വിവരം ഇല്ല വന്നപ്പോഴത്തേന് എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു. പുള്ളിക്കാരനെ പറ്റി ഒരു വിവരം ഇല്ലയോ, എന്ത് പറ്റിയോ, വല്ലോ അപകടം സംഭവിച്ചോ എന്ന്. കാരണം അവിടെ ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ പുള്ളിക്കാരൻ്റെ ബാഗെല്ലാം എടുത്ത് ചുമ്മാ അശ്രദ്ധമായിട്ട് പരിശോധിച്ച് അവിടെ വലിച്ചെറിയുന്നതൊക്കെ പുള്ളിക്കാരൻ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസത്തേനും ഒരു അനക്കമില്ല വന്നപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് പേടിച്ചു. പക്ഷേ ഒരു കുഴപ്പമില്ല, സുരക്ഷിതമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ റീന ഫ്രാൻസ് വന്നൊരു വെല്ലുവിളി അങ്ങോട്ട് നടത്തി. ഇവൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇവനെ എൻ്റെ മുന്നിലെങ്ങാനും കിട്ടിയിട്ടുണ്ട്, അടിച്ചവൻ്റെ അണപ്പല്ലി തെറിപ്പിക്കുക എന്നുള്ള രീതിയിലൊരു പ്രസ്താവന അങ്ങോട്ട് ഇറക്കി. രസമുണ്ട് അത് കേൾക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാഹിയുമാണ് ശരിക്കും പറഞ്ഞാൽ 24 വയസ്സുള്ള ഒരു പയ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ ധൈര്യശാലിയായ ഒരു പയ്യനാണ്. എവിടെയും പോകും എന്നുള്ളതാണ്. ഏത് കലാഭൂമിയാണേലും പുള്ളിക്കാരൻ പോകും, വ്ളോഗ് എടുക്കും, അത് യൂട്യൂബിൽ ഇടുകയും ചെയ്യുന്ന ഒരു പയ്യനും കൂടെയാണ്. അപ്പോഴാണ് മാഹിയും ഇസ്രയേലിൽ പോയത്. യൂട്യൂബ് വഴി റീന അറിയുകയും റീന ഉടനെ തന്നെ വ്ളോഗ് ഇടുന്നു, വെല്ലുവിളിക്കുന്നു. ഇനി ഇവൻ ജെറുസലേമിൽ വന്നിട്ടുണ്ട്, സുഡാപ്പി അവൻ്റെ കരണ അടിച്ച് ഞാൻ പോയിക്കുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് റീനയുടെ വെല്ലുവിളി കേൾക്കാം, അതിനുള്ള മറുപടി മാഹിയും കൊടുക്കുന്നതോടെ ഒന്ന് കാണാം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേലിൽ കാലുകുത്തി ആ സുഡാപ്പി മാഹീൻ എന്ന് പറയുന്ന ചെറ്റയെ ഞാൻ സത്യത്തിൽ യെരുശലേമിൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അവന് യെരുശലേമിൽ വല്ലതും ലൈവ് ചെയ്യുന്നത് വല്ലതും ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കാരണം അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്തോ ഈ സുഡാപ്പി മാഹീൻ 7 ദിവസമായിട്ട് അവൻ്റെ അനക്കമൊന്നും കാണുന്നില്ല. ഇസ്രായേലിൽ വന്ന ആദ്യത്തെ ഒരു ദിവസം സുഡാപ്പിയും മാഹിയും എന്ന് പറയുന്ന ചെറ്റെ, നല്ല ഭാഷാ പ്രയോഗം. ആ പുള്ളിക്കാരൻ പാവം പയ്യനെ പിടിച്ചങ്ങ് സുഡാപ്പിയാക്കി, വർഗീയവാദിയാക്കി. അങ്ങനെ ആ മാഹിം എന്ന് പറയുന്ന ചെറ്റ എന്താ വിശേഷണം. ഈ റീന എന്ന് പറയുന്ന വ്യക്തിയോട് ആ മാഹിം എന്ന് പറയുന്ന വ്യക്തിക്ക് യാതൊരു വൈരാഗ്യവുമില്ല. പുള്ളിക്കാരൻ ഇതിന് മുന്നേ കയറി ചൊറിഞ്ഞിട്ടില്ല, അല്ലെ ഇവർ തമ്മിലൊരു ഇഷ്യൂ ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഒന്നുമില്ലേലും ചുമ്മാ ചെറ്റേന്നങ്ങ് വിളിക്കുക. കാലുകുത്തിയ ആദ്യത്തെ ദിവസം 1-2 വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അവനെക്കുറിച്ച് ഒരനക്കവും തന്നെ ഇല്ലാന്ന് വേണം പറയാനായിട്ട്. അല്ല, എന്തിന് അതൊരു ചോദ്യമില്ലേ? എന്തിനാണ് കാരണം അടിച്ച് പോയിക്കുന്നത്? അതുകൂടെ ഒരു ചോദ്യം കിടപ്പില്ലേ? അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീഡിയോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കണ്ടിരുന്നു. അവൻ ഇസ്രായേലിൽ വന്ന് കാലുകുത്തുന്ന ആ ദിവസം തന്നെ ഞാൻ അവൻ്റെ വീഡിയോ കണ്ടിരുന്നു, ഈ സുഡാപ്പി മാഹീൻ്റെ. അപ്പോൾ ഞാൻ ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കരുതിയതാണ്,
ഇവൻ യെരുശലേമിൽ എന്തായാലും കാല് കുത്താതിരിക്കത്തില്ല. കാരണം ഇവൻ വിലാപ മതിലിൽ ഷൂട്ടിങ് ചെയ്യാൻ വരും. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലേസാണ് യെരുശലേമിൽ വിലാപ മതിൽ എന്ന് പറയുന്നത് തന്നെ. വെയിലിംഗ് വോൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്തായാലും ഷൂട്ട് ചെയ്യാൻ വരും. അങ്ങനെയാണെങ്കിൽ ആ ഷൂട്ടിംഗ് ചെയ്ത് അവൻ അതെ റബ്ബി സ്വീഗോഗനെ ബ്രൂട്ടലി കൊന്നുകളഞ്ഞു. ഇന്നലെ ദുബായിൽ നടന്ന സംഭവമാണ്. ഞാൻ പറയാം, ഈ മാഹീൻ എന്ന് പറയുന്നത് സുഡാപ്പി ചെറ്റാണ്. അതെന്താണേലും അവിടെ ചെല്ലും. കാരണം പുള്ളിക്കാരൻ അതൊക്കെ എടുത്ത് വ്ളോഗിലിട്ട് നമ്മളെ കാണിക്കും. എവിടെ വേണേലും ഏത് ഗുദാമി വേണേലും കയറി ചെല്ലുമെന്ന് പറയുന്നു അല്ലേ, എവിടെ വേണേലും കയറി ചെല്ലും. മാഹീമിന് അതിനുള്ള ധൈര്യമുണ്ട്. അതെടുത്ത് പറയേണ്ടതാണ്. അല്ലാതെ ഈ പറയുന്ന അല്ലേ ഈ സമയത്ത് ഇപ്പോൾ ജെറുസലേമിലേക്ക് പോവുമോ? അവൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേലിൽ വന്ന് കാല് കുത്തിയപ്പോൾ തന്നെ ഇവൻ സത്യം പറഞ്ഞാൽ സുഡാപ്പിയാണ്, തീവ്രവാദിയാണ് എന്നുള്ളതിനകത്ത് ഒരു മാറ്റവുമില്ല. കാരണം ഇവൻ ഒരു നിഷ്പക്ഷനായ ഒരു ബ്ലോഗർ ആകുമ്പം അവൻ നിഷ്പക്ഷനായിട്ട് കാര്യങ്ങൾ പറയേണ്ടവനാണ്. പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് മാഹിം എന്ന് പറയുന്ന സുഡാപ്പി ചെറ്റ എന്ന് പറയുമ്പം അതിൽ നിന്ന് റീന ഫ്രാൻസിസിൻ്റെ സംസ്കാരം എല്ലാവർക്കും മനസ്സിലാകും. കാരണം മാഹിം ഈ പുള്ളിക്കാരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെ നേരത്തെ എന്തെങ്കിലും തെറി പറയുമോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകി നമ്മളൊരു വഴക്കുണ്ടായി കഴിഞ്ഞിട്ട് ദേഷ്യം വന്നതിന് ശേഷം നമ്മൾ ആ ഒരു വ്യക്തിയെ ചിലപ്പോൾ ചെറ്റെന്നൊക്കെ ചിലപ്പോൾ ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച് വിശേഷിപ്പിക്കാം. ഇതൊരു 24 വയസ്സുള്ള ഒരു പയ്യൻ മുസ്ലിമായി പറഞ്ഞതിൻ്റെ പേരിൽ, അവൻ്റെ പേര് മുസ്ലിമിൻ്റെ ആയതിൻ്റെ പേരിൽ അവനെ കയറി സുഡാപ്പി ചെറ്റ എന്ന് വിളിക്കേണ്ട ഒരു കാര്യമില്ല. ഇതാണ് അടി കൊടുക്കേണ്ട കേസ്. ഇങ്ങനെ വിളിക്കുന്നതിന് പല്ലടിച്ച് കളയണം, വേറെ ഒന്നും പറയാനില്ല. കാരണം മുൻവൈരാഗ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പയ്യൻ, ഒരു വ്ളോഗർ ജെറുസലേമിൽ ചെന്നതിന് ഇവരുടെ വല്ലതും തട്ടിക്കൊണ്ട് പോരുമോ? അല്ല, ഇവരെന്തിനാണ് ഇത്ര രോഷം കൊള്ളുന്നത്? എന്തിൻ്റെ വകുപ്പിലാണ് ഇവർ ഇത്ര രോഷം കൊള്ളുന്നത്? അവൻ സുഡാപ്പി പ്രീണനം മൂത്തിട്ടാണ് പല വ്ളോഗുകളും ചെയ്യുന്നത്. അവൻ താലിബാനിൽ ചെന്നപ്പോൾ താലിബാൻ ഭയങ്കര വിസ്മയം. താലിബാനിലെ ഇപ്പം നടത്തുന്ന തീവ്രവാദികളെല്ലാം തന്നെ ഭയങ്കര സ്നേഹമുള്ളവരാണ് എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ട് തള്ളി മറിച്ചവനും വീഡിയോ ചെയ്തവനുമാണ്. അവൻ ഇസ്രായേലിൽ വന്ന് കാലുകുത്തിയ ആദ്യത്തെ ദിവസം തന്നെ ഒരിക്കലും ഇല്ല കേട്ടോ. നിഷ്പക്ഷനായ വ്ളോഗർ തന്നെയാണ്, എവിടെ കയറി പോകാനും ധൈര്യമുണ്ട്. പക്ഷേ ഇവരുടെ ഈ കണ്ണിലൂടെ നോക്കുമ്പോൾ സുഡാപ്പിയാണെന്നും നിഷ്പക്ഷനല്ലെന്നും തീവ്രവാദിയാണെന്നും അങ്ങനെയൊക്കെ തോന്നും, സ്വാഭാവികം. അവനൊരു വീഡിയോ ചെയ്തിരുന്നു. അവൻ എയർപോർട്ടിൽ നിന്നും ഇറങ്ങുന്നതുമായി ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് അപ്പോഴാണ് ഞാൻ അവൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആൾ മാഹിൻ സുഡാപ്പി എന്ത് ചെയ്തിട്ടുണ്ട്. അവനൊരു വ്ളോഗറാണ്, ഒരു വ്ളോഗറാണ് മാഹിൻ സുഡാപ്പി. അവൻ ഇസ്രായേലിൽ എത്തി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ച് വെച്ചതാണ്, എന്തായാലും ഇവൻ വ്ളോഗ് ചെയ്യാൻ യെരുശലേമിൽ വരും. അങ്ങനെ ഇവൻ യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൊറോണ അടിച്ച് അവൻ്റെ പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ്. പിന്നത്തെ കാര്യം പിന്നെ എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ കൊറോണ അടിച്ച് പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് റീന ഫ്രാൻസിനെ ശരിക്കും പറഞ്ഞാൽ കാണാതെ പോയി. അതാണ് ഇതിൻ്റെ അകത്തെ കോമഡി. പുള്ളിക്കാരത്തി ഇപ്പം കാണാനില്ല, ഒരു വിവരമില്ല. മാഹിമാണേലോ ഈ പുള്ളിക്കാരത്തിയുടെ ഈ വെല്ലുവിളി കേൾക്കുന്നതിന് മുന്നേ മാഹിമാണ് അവിടെ പോയി, ഇസ്രയേലിൽ പോയി, അവിടെ നിന്ന് തിരിച്ചു പോന്നു. പുള്ളിക്കാരൻ അവിടെ വ്ളോഗൊക്കെ എടുത്ത് തിരിച്ചു പോന്നു കഴിഞ്ഞാണ് ഇവരുടെ ഈ വീഡിയോ കാണുന്നത്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം, വെല്ലുവിളിയല്ലേ, അത് സ്വീകരിക്കണ്ടേ. അപ്പോൾ മാഹിയും തിരിച്ചു പോയി അവിടെ നിന്നുകൊണ്ട് നേരെ ഇവർക്കൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം. വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണ അടിച്ച് മറ്റേ പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ്. ഞാനിപ്പോൾ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീനെ കണ്ട കർണത്തടിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചേച്ചി, ഞാൻ കുറേ നേരമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ മാളിൽ നിന്ന് കറങ്ങുവാണ്. ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരൂ, ഞാൻ ഇനിയും ഒരു 2-3 മണിക്കൂർ കൂടെ നിൽക്കാൻ തയ്യാറാണ്. എൻ്റെ 2 കരണവും ഞാൻ തരാം. കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട്. ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം വിട്ട് പോയായിരുന്നു. പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കർണത്തടി വാങ്ങാൻ വേണ്ടി വന്നു. അവിടെ ഓൾറെഡി വിട്ട് പോയിരുന്നു, പക്ഷേ ഞാൻ വീണ്ടും കർണത്തടി മേടിക്കാൻ വന്നത്. ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നുണ്ട്, പുള്ളിക്കാരത്തെ അടിക്കുമെന്നുള്ള പറഞ്ഞ ഭാഗവും എടുത്തിട്ടിട്ടാണ് മറുപടി ഇട്ടിരിക്കുന്നത് ഫേസ്ബുക്കിൽ. പോയതായിരുന്നു അവിടെ വിട്ട്, പക്ഷേ ഞാൻ അടി കൊള്ളാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ചേച്ചിയെ കാണുന്നില്ല, ചേച്ചി എയിലേ പോയെന്നറിയില്ല. ഇതാണ് VK ബൈജു ഒക്കെ പറയുന്ന പുലിക്കുട്ടി സിംഹക്കുട്ടിയായ റീന ഫ്രാൻസിസ്, ജെറുസലേം.
പക്ഷെ വെറുതെ അടി കൊള്ളുന്നിടത്ത് കൊണ്ടേ ചെവിട് വെക്കുക എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ഇത്രയും വെല്ലുവിളി നടത്തിയിട്ട് പരസ്പരം ഒന്ന് കാണാൻ വേണ്ടി നിൽക്കാൻ, അടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി നിൽക്കാൻ പോലും അവിടെ ആ പൊടി പോലും ഇല്ല. പണ്ടത്തെ അനിസ്പ്രയുടെ പരസ്യം പോലെ പൊടി പോലും ഇല്ല നോക്കി തപ്പിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ അതേ ലെവലിലാണ് കഴിച്ചത്. ഇതൊരു മാതിരി വിളിച്ചു വരുത്തിയ റീന ഫ്രാൻസിസ് വിളിച്ചു വരുത്തിയ നാണക്കേട് പോലെയുണ്ട്. കാരണം ഇവിടെ റീന ഫ്രാൻസിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ പറയുന്നതും അവരെടുക്കുന്നതും ചങ്കൂറ്റം കൊണ്ട് പുലിക്കുട്ടി, പെൺപുലി, പെൺസിംഹം എന്നൊക്കെ പറഞ്ഞ് ചങ്കൂറ്റം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൂടെ നാണക്കേടായില്ലേ ഇപ്പോൾ ഇത് ഈ വെല്ലുവിളി. മാഹിയുമാണെങ്കിലോ പുള്ളിക്കാരൻ ആരെയും കയറി ചൊറിയുന്നൊന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ അതിൻ്റെ മറുപടി കൊടുക്കാതിരുന്നാൽ പറ്റിയല്ല. അതുകൊണ്ട് ജെറുസലേം വിട്ട് പോയ മാഹിയും തിരിച്ചു ജെറുസലേമിൽ പോയി തന്നിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്, വരൂ വരൂ വരൂ, വന്ന് അടിച്ചിട്ട് പൊക്കൂ, പറഞ്ഞല്ലേ അപ്പോൾ ഒന്ന് അടിച്ചിട്ട് പൊക്കൂ, അത് കൊണ്ടേച്ച് ഞാൻ പോകാം, ഏതായാലും ചേച്ചി ഇത്ര വിഷമിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക. ഇതാണ് ഈ പറയുന്നത് വടി കൊടുത്ത് അടി മേടിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ ജെറുസലേമിൽ വന്ന ഈ മാഹിമിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കാണികളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി അവൻ്റെ കരണക്കുറ്റി അടിച്ച് ഞാൻ പൊട്ടിക്കും അവനെ കണ്ട, പിന്നെ ഞാൻ ഇടവും വലവും നോക്കിയല്ല, എന്ത് വേണേലും സംഭവിച്ചോട്ടെ. പിന്നെ അല്ല, ഇത്രയും വെല്ലുവിളി നടത്തിയിട്ട് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. കഷ്ടമുണ്ട് കേട്ടോ. ഇത് ചുമ്മാ ഇന്നിപ്പോൾ ഇത് വീഡിയോ ചെയ്യാത്ത ആൾക്കാരില്ല, അങ്ങനെയാണ്. ഇത് നമുക്ക് കണ്ടപ്പം ഈ സംഭവം ഇവരുടെ പോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്കിൽ വരുന്ന കണ്ടപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമുക്കൊരു കോമഡിയാണ് തോന്നിയത്. സ്വയം ഒരു അപമാനം വാങ്ങാൻ വേണ്ടി ഓരോ കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? ആ പയ്യൻ അവിടെ എല്ലാ സ്ഥലങ്ങളും വ്ലോഗ് ചെയ്യുമ്പോൾ ഇത്രയും ചെറിയ പ്രായമുള്ള ഒരു പയ്യനാണ്, 24 വയസ്സുള്ള ഒരു പയ്യനാണ്, നല്ല ധൈര്യമുണ്ട്, എല്ലാം ഉണ്ട്. കൈമുതലായിട്ട് ആരും ചെന്ന് ചൊറിയാനും നമ്മൾ കണ്ടിടത്തോളം ആരും ചൊറിയാൻ പോകുന്നില്ല. ഇച്ചിരി ധൈര്യക്കൂടലുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ. അതിനെ കയറി ചൊറിഞ്ഞിട്ട് മിണ്ടാതെ എവിടെയോ കയറി പാത്തിരിക്കുക. ഇപ്പോൾ പുറം ലോകത്തല്ല, പാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.